ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഫുട്ബോളിനെ കുറിച്ച് അറിയുമായിരിക്കുമല്ലോ അല്ലേ? അതുകൂടാതെ തന്നെ ഇപ്പോ ഫിഫ വേൾഡ് കപ്പ് നടക്കുകയുമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫുട്ബോളിനെ കുറിച്ച് ഒന്ന് വിശദമായി പഠിച്ചാലോ. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക ഇനമാണ് ഫുട്ബോൾ. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അഥവാ ഫിഫ ആണ് ഫുട്ബോൾ നിയമങ്ങൾ നിശ്ചയിക്കുന്നതും പരിഷ്കരിക്കുന്നതും. ലോകകപ്പ് 1904 മെയ് 21 ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, നെതർലൻഡ്സ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പാരീസിൽ ഒത്തുചേർന്ന് ഫിഫ എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ജൂൾസ് റിമറ്റ് കപ്പ് എന്നായിരുന്നു ഇതിന്റെ ആദ്യ പേര്. 12 ഇഞ്ച് ഉയരത്തിലുള്ള സ്വർണ്ണ കപ്പാണ് സമ്മാനം. 1970 തുടർച്ചയായി 3-ാം തവണയും ബ്രസീൽ ജേതാക്കളായതോടെ അവർ എന്നേക്കുമായി ആ കപ്പ് സ്വന്തമാക്കുകയായിരുന്നു. 2022 ലോകകപ്പ് ഖത്തറിലാണ് നടന്നത്. അതിനു മുൻപ് വരെ 79 രാജ്യങ്ങളാണ് ലോകകപ്പിന്റെ അവസാന റൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 8 ടീമുകൾ മാത്രമാണ് ലോകകപ്പ് നേടിയത്. 5 തവണ കപ്പ് നേടിയ ബ്രസീലാണ് വിജയികളുടെ എണ്ണത്തിൽ മുമ്പന്മാർ. ലോകകപ്പ് 2026 ടൂർണമെന്റിന് കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നു. കൗമാരക്കാരുടെ ലോകകപ്പ് 17 വയസ്സിൽ താഴെയുള്ളവരുടെ ലോകകപ്പ് 2017 ഇന്ത്യയിലാണ് നടന്നത്. ഫൈനലിൽ സ്പെയിനെ 5-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടാണ് കപ്പ് സ്വന്തമാക്കിയത്. 2023 ഇന്തോനേഷ്യയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയാണ് ജേതാക്കളായത്. ലാ ലീഗ നാഷണൽ ഡി ഫുട്ബോൾ പ്രൊഫഷണൽ എന്ന സ്പാനിഷ് ഫുട്ബോൾ ലീഗിനെ ലാ ലീഗ എന്നാണ് സാധാരണയായി വിളിക്കാറുള്ളത്. ലോകത്ത് കൂടുതൽ ജനപ്രീതിയുള്ള 2 ക്ലബ്ബുകൾ കളിക്കുന്ന ലീഗാണ് സ്പെയിനിലേത്, റയൽ മാഡ്രിഡും ബാഴ്സലോണയും. 1929 ലാ ലീഗ ആരംഭിച്ചത്. റിയൽ മാഡ്രിഡിലാണ് നിലവിലെ ചാമ്പ്യന്മാർ. ടൂർണമെന്റിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയിട്ടുള്ളതും റിയൽ മാഡ്രിഡ് ആണ്, 36 തവണ. ബാഴ്സലോണ 27 തവണ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. സീരി എ ഇറ്റലിയിലെ 1-ാം ഡിവിഷൻ ലീഗാണ് സീരി എ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ പഴക്കമേറിയ ലീഗാണിത്. 1898 1-ാം ഡിവിഷൻ ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. 1929 ഇപ്പോഴത്തെ റൗണ്ട് റോബിൻ സമ്പ്രദായത്തിലേക്ക് മത്സരങ്ങൾ മാറ്റി. യുവന്റസ്, AC മിലാൻ, ഇന്റർ മിലാൻ എന്നിവയാണ് ലീഗിലെ പ്രമുഖ ടീമുകൾ. സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് ലീഗ് നടക്കുന്നത്. ഇന്റർ മിലാനാണ് നിലവിലെ വിജയികൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യയിൽ ഫുട്ബോളിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും വാണിജ്യ പങ്കാളിയായ IMG റിലയൻസും സംയുക്തമായി രൂപപ്പെടുത്തിയതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അഥവാ ISL. 2013 ഒക്ടോബർ 21 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രഥമ സീസണിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ചാമ്പ്യന്മാരായി. 2015 ചെന്നൈയിൽ കിരീടം നേടി. 2016 കൊൽക്കത്ത കിരീടം തിരിച്ചുപിടിച്ചു. 2017-18 ചെന്നൈയിൻ FC വീണ്ടും ചാമ്പ്യന്മാരായി. 2018-19 ബംഗളൂരു FCയും 2019-20 ADKയും വിജയികളായി. മുംബൈ സിറ്റി FC ആണ് 2020-20 ജേതാക്കൾ. 2021-22 സീസണിൽ ഹൈദരാബാദ് FC ജേതാക്കളായി. 2022-23 സീസണിൽ ADK മോഹൻ ബഗാനും 2023-24 മുംബൈ സിറ്റിയുമാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. 2024-25 സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ജേതാക്കളായി. ഐ ലീഗ് ഇന്ത്യയിലെ 1-ാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഐ ലീഗ്. 2007 ഐ ലീഗ് ആരംഭിച്ചത്. 17 ലീഗുകൾ 6 എണ്ണത്തിലും ഗോവൻ ക്ലബ്ബുകളാണ് കിരീടം നേടിയത്.
ഡെംപോ ഗോവ 3 തവണയും ചർച്ചിൽ ബ്രദേഴ്സ് 2 തവണയും സാൽഗോക്കർ ക്ലബ് 1 തവണയും കിരീടം നേടി. 2013-14 സീസണിലാണ് ആദ്യമായി ഗോവയ്ക്ക് പുറത്തുനിന്ന് ഒരു ക്ലബ് കപ്പുയർത്തിയത്. ബംഗളൂരു FC ആണ് ആ നേട്ടത്തിന് അർഹരായത്. 2014-15 കൊൽക്കത്ത മോഹൻ ബഗാനും 2016-17 ഐസ്വാൾ FCയും 2017-18 മിനർവ പഞ്ചാബും ചാമ്പ്യന്മാരായി. ചെന്നൈ സിറ്റിയാണ് 2018-19 ചാമ്പ്യന്മാർ. 2019-20 മോഹൻ ബഗാൻ ആയിരുന്നു ജേതാക്കൾ. 2020-21 2021-22 ഗോകുലം കേരള തുടർച്ചയായി കപ്പുയർത്തി. 2022-23 റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ 2023-24 മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനായിരുന്നു കിരീടം. 2024-25 ഇന്റർകാശി ഫുട്ബോൾ ക്ലബ് ചാമ്പ്യന്മാരായി. IFA ഷീൽഡ് ലോകത്ത് പഴക്കമേറിയ 4ാമത്തെ ടൂർണമെന്റാണിത്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് IFA ഷീൽഡ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 1893 ആദ്യമായി IFA ഷീൽഡ് നടന്നത്. റോയൽ ഐറിഷ് റൈഫിൾസ് ആണ് പ്രഥമ ചാമ്പ്യന്മാർ. ഡ്യൂറൻ കപ്പ് 1884 മുതൽ 1894 വരെ ഇന്ത്യയിലെ വിദേശകാര്യ സെക്രട്ടറിയുടെ ചുമതലയിലുണ്ടായിരുന്ന മോർട്ടിമർ ഡ്യൂറന്റ് 1888 തുടങ്ങിയ ഫുട്ബോൾ ടൂർണമെന്റാണിത്. ആദ്യ ടൂർണമെന്റിൽ റോയൽ സ്കോട്ട് ഫ്യൂസിലേഴ്സ് ആണ് ചാമ്പ്യന്മാരായത്. 2016 ആർമി ഗ്രീൻ കിരീടം നേടി. കൊൽക്കത്ത ടീമുകളായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും 16 വട്ടം ചാമ്പ്യന്മാരായി. 2019 സീസണിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി ഗോകുലം കേരള ചാമ്പ്യന്മാരായി. 2024 2025 ചാമ്പ്യന്മാരായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. സുബ്രതോ കപ്പ് ഇന്ത്യയിലെ പ്രമുഖ സ്കൂൾ ടൂർണമെന്റാണിത്. 1960 സുബ്രതോ കപ്പ് ആരംഭിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ മാർഷൽ ആയിരുന്ന സുബ്രതോ മുഖർജിയുടെ പേരിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജൂനിയർ ബോയ്സ്, ഗേൾസ്, സബ് ജൂനിയർ ബോയ്സ് തുടങ്ങിയ 3 വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടത്തുന്നു. ഫെഡറേഷൻ കപ്പ് ദേശീയ ലീഗും I-ലീഗും ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലബ് തലത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ടൂർണമെന്റ് ആയിരുന്നു ഫെഡറേഷൻ കപ്പ്. I-ലീഗ് ആരംഭിച്ചതിനു ശേഷം I-ലീഗ് ക്ലബ്ബുകൾ കളിക്കുന്ന 2ാമത്തെ പ്രമുഖ ടൂർണമെന്റായി മാറി. 1977 ഫെഡറേഷൻ കപ്പ് ആരംഭിച്ചത്. 2016-17 സീസണിൽ ബംഗളൂരു FC ആണ് ജേതാക്കൾ. ഇതിനുശേഷം സൂപ്പർ കപ്പ് ഫുട്ബോൾ ആണ് നടത്തുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.